ഇനിയുള്ള 3 വർഷത്തേക്കുള്ള വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാനുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പ് സംസ്ഥാനത്ത് പലയിടത്തായി നടന്നിരുന്നു. ഇതുവരെ കോഴിക്കോട്, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളിലുള്ള സിറ്റിംഗ് കമ്മീഷൻ പൂർത്തീകരിച്ചു. ഇനി തിരുവനന്തപുരത്തെ സിറ്റിംഗ് 11-ാം തീയതി നടക്കും. അതുമാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ KSEBയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത്. പങ്കെടുത്തത് മാത്രമല്ല, KSEBയുടെ കൊടുംകൊള്ളയെക്കുറിച്ച് തുറന്നു പറയാനും അവർ തയ്യാറാകുന്നുണ്ട്. കൃത്യമായ വാദങ്ങൾ നിരത്തി വായടപ്പിക്കുന്ന മറുപടിയാണ് നൽകുന്നത്. 3000-ലധികം കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയിട്ട് ആ പണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ KSEB ആകെ പകച്ചു നിൽക്കുന്നത്. ജനമുന്നേറ്റം മൂലം ഇനി തിരുവനന്തപുരത്ത് നടത്താനിരിക്കുന്ന പരിപാടി വലിയ തോതിൽ പ്രശ്നബാധിത മേഖലയായി മാറുമോ എന്ന ഭയം KSEBക്ക് ഉണ്ടായിരുന്നു. റെഗുലേറ്ററി കമ്മീഷനും ആ ഒരു തിരിച്ചറിവുണ്ടായി. അതുമൂലം നേരത്തെ നിശ്ചയിച്ച ഹോൾ ക്യാൻസൽ ചെയ്ത് മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തു. നിലവിലെ താരിഫിന്റെ കാലാവധി എന്ന് പറയുന്നത് ഈ മാസം 30-ാം തീയതിയാണ് അവസാനിക്കാനായിരിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്നും സമ്മർ താരിഫ് ഉൾപ്പെടെ പിരിക്കണമെന്ന ശുപാർശ KSEB കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങുന്നത് ഉൾപ്പെടെ ഉണ്ടായ ഭാരിച്ച നഷ്ടം തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അത് കണക്കാക്കി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണം എങ്ങനെയുള്ള ആവശ്യമാണ് ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജൂലൈ 1 മുതൽ 2027 മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിൽ KSEB പ്രതീക്ഷിക്കുന്ന വരവും ചിലവും കണക്കാക്കിയുള്ള ഒരപേക്ഷയാണ് ബോർഡിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന് മുൻപുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു ഉപഭോക്താവ് പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷം യൂണിറ്റിന് 30 പൈസ കൂട്ടണമെന്ന് KSEB ആവശ്യപ്പെട്ടു. അടുത്ത വർഷം 20 പൈസയും 2026-27 സാമ്പത്തിക വർഷത്തിൽ 2 പൈസയും യൂണിറ്റിന് കൂട്ടണം. അങ്ങനെ ഓരോ വർഷം തോറും 812 കോടിയായും 549 കോടിയായും 53 കോടി രൂപയായും ഒക്കെ അധിക വരുമാനം KSEBക്ക് ലഭിക്കും. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ. KSEB ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ മനക്കോട്ട കെട്ടി നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ അതുകൂടി കടന്നു വന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വർഷം തോറും ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫ് എന്ന പേരിൽ യൂണിറ്റിന് 10 പൈസ വെച്ച് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാനുള്ള ശുപാർശയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ജനരോഷം ഈ സാഹചര്യത്തിൽ അണപൊട്ടിയതും ഓരോ പൊതു തെളിവെടുപ്പ് ഇടങ്ങളിലും അത് കാണാനും സാധിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരുന്നത്. ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ പ്രസിഡന്റായിട്ടുള്ള ഷാജഹാൻ അദ്ദേഹം കണക്ക് നിരത്തി KSEBയെ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് നിരവധി ആളുകൾ ഇതിനു പിന്നാലെ അഭിപ്രായമായി പ്രകടിപ്പിച്ചത്. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് 2022-23 വർഷത്തിൽ 30,000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് KSEB കച്ചവടം നടത്തിയത്. അതിലൂടെ 3,300 കോടി രൂപയാണ് ഏകദേശം കണക്കിൽപ്പെടാതെ അപ്രതീക്ഷിതമായി പോയതെന്നാണ് ഷാജഹാൻ ആരോപിക്കുന്നത്. ജനുവരി മുതൽ മെയ് വരെയാണ് KSEBയുടെ പുസ്തകത്തിൽ വേനൽക്കാലം എന്ന് പോലും പറയുന്നത്. നേരത്തെ പറഞ്ഞ സമ്മർ താരിഫ് പുറത്തു നിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു വാദത്തിലാണ് KSEB നിൽക്കുന്നത്. ഒറ്റയടിക്ക് ഇത്രയും ബാധ്യത ജനത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഘാതം കുറയ്ക്കാൻ സമ്മർ താരിഫ് എന്ന പേരിൽ വേനൽക്കാലം 5 മാസമാക്കി മാറ്റിയത്. യൂണിറ്റിന് 10 പൈസ വെച്ച് ഈടാക്കുന്നത് വഴി 2027 വരെ 350 കോടി രൂപയുടെ ലാഭം ബോർഡിലേക്ക് എത്തും. വൈദ്യുതി നിരക്കും സർചാർജും എല്ലാം തന്നെ നിലനിൽക്കുന്ന സമയത്താണ് സമ്മർ താരിഫ് എന്ന പേരിൽ യൂണിറ്റിന് 10 പൈസ കൂടി അധികമായി ഈടാക്കാനുള്ള ഒരു വലിയ പദ്ധതി അവരിടുന്നത്. സോളാർ ഉപഭോക്താക്കൾ രാത്രിയിൽ ഗ്രിഡിൽ നിന്നും ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രത്യേക താരിഫ് നിശ്ചയിക്കണമെന്നാണ് KSEB ആവശ്യപ്പെടുന്നത്. പൊതു തെളിവെടുപ്പിലെ കാര്യങ്ങൾ കൂടി കേട്ട ശേഷം മാത്രം ഈ മാസം അവസാനത്തോടെ പുതിയ നിരക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് കമ്മീഷൻ പ്രഖ്യാപിക്കും. കമ്മീഷൻ ഹിയറിംഗ് നടത്തുന്നതിന്റെ അർത്ഥം വൈദ്യുതി ബോർഡ് പറയുന്നത് അതേപടി നടപ്പാക്കുമെന്നല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. വൈദ്യുതി ബോർഡ് പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്, അതിനെതിരെ എന്തൊക്കെ പറയാനുണ്ട്, അതനുസരിച്ചുള്ള കൃത്യമായ സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്തൂ. കാരണം ബോർഡിന് സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം. 2 മാസത്തെ കറണ്ട് ചാർജ് ഒരുമിച്ച് ഈടാക്കുന്നതിനെതിരെയും ഇലക്ട്രിസിറ്റി താരിഫ് റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ സിറ്റിംഗുകൾ വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു. ബില്ല് അതത് മാസം തന്നെ നൽകണമെന്ന ആവശ്യം ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട്. ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫ് ഈടാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ തന്നെയാണ് അണപൊട്ടിയ പ്രതിഷേധം പലയിടത്തും കണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.